ഹലോ, ഹെൽപ്പ് മീ ലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. പലരും എന്നെ കളിയാക്കി കമന്റ് ഇട്ടിട്ടുള്ളതാണ്, ചേച്ചി തോരന്റെ സ്പെഷ്യലിസ്റ്റ് ആണെന്ന്. ഞാൻ എന്ത് കിട്ടിയാലും അതിനകത്ത് തോരനും ഒന്ന് ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പൊ ഇത് ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിൽ ആരും ഇത് തോരൻ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പരിചയത്തിലും ആരും തോരൻ വെച്ച് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പലതും ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ട്രൈ ചെയ്തതാണ് ഇത്. ആ റെസിപ്പികളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങ കൊണ്ട് തോരൻ, അതുപോലെ വഴുതനങ്ങ തോരൻ, പച്ച തക്കാളി കൊണ്ട് തോരൻ, ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട തോരനുകളാണ്. അതുപോലെ പീച്ചിങ്ങ തോരൻ. അപ്പൊ വിചാരിച്ചുവെങ്കിൽ ഇതുകൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ മത്തങ്ങ മുകൾ ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞ്, അകത്തെ ആ പഞ്ഞി പോലുള്ള ഭാഗം ഉണ്ടല്ലോ അതും ചെത്തിക്കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതായത് ഞാൻ ഇതുപോലത്തെ ഇത്രയും കനത്തിലാണ്, നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. കണ്ടോ? അപ്പൊ കഴിവതും ഇതുപോലെ ഈ പരുവത്തിൽ ചെറുതായിട്ടൊന്ന് അരിയാൻ ശ്രമിക്കുക. കാരണം നമ്മൾ തോരനുകളിൽ ഒന്നും വെള്ളം ചേർക്കാറില്ല, ആവിയിലാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോ ഈ മത്തങ്ങ എന്ന് പറയുന്നത് പെട്ടെന്ന് വേകുകയും ചെയ്യും, ഒന്ന് ആവി കയറിയാൽ മതി. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ അത് 1/2 കിലോ മത്തങ്ങയാണ്. അരപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ സാധാരണ തോരനുകൾക്കൊക്കെ ചതച്ചെടുക്കാറില്ല, കൈകൊണ്ട് തന്നെ ഞെരിടി ഇടാറേ ഉള്ളൂ. ഉള്ളിയും പച്ചമുളകും ഒക്കെ അങ്ങ് അരിഞ്ഞിടും. പക്ഷെ ഇതിന് ഞാനൊന്ന് ചതയ്ക്കുന്നുണ്ട്. ചെറിയ ഒരു തേങ്ങയായിരുന്നു, അതിന്റെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കൊച്ചുള്ളി ചെറുതും വലുതുമായിട്ടൊരു 10 എണ്ണം ഉണ്ട്, 10 അല്ലി ഇങ്ങനെ. പിന്നെ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക്. പച്ചമുളകും നിങ്ങളുടെ എരി അനുസരിച്ച് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 2 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഞാൻ പക്ഷെ ഒരുമാതിരിപ്പെട്ട തോരനുകൾക്കെല്ലാം വെളുത്തുള്ളിയും ജീരകവും ചേർക്കാറുണ്ട്. ഇതൊക്കെ നല്ല പേസ്റ്റ് പോലെ അരയേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഈ ഉള്ളിയും ഒന്ന് ചതഞ്ഞാൽ മതി. ഉള്ളി ഞാൻ ഈ അരപ്പിന്റെ കൂടെ ഇടുന്നില്ല, ഇതൊന്ന് ചതച്ച് സെപ്പറേറ്റ് എടുക്കത്തേ ഉള്ളൂ. പാത്രം വെച്ച ശേഷം ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കടുക് ഇട്ടാണ് വെക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റില് കടുക് താളിക്കാം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി കടുക് താളിക്കാതെയും ലേശം എണ്ണ ഒഴിച്ച് ജസ്റ്റ് വഴറ്റി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലേശം കടുക്, കുറച്ച് കറിവേപ്പില. ഞാൻ കറിവേപ്പില കൂടുതലും ചതയ്ക്കുന്നതിൽ ഇട്ടു, കാരണം ഇവിടെ അല്ലാതെ ഇട്ടാൽ കറിവേപ്പില സൈഡിൽ മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ അകത്ത് പോകാൻ വേണ്ടി ഞാനിപ്പോൾ എല്ലാ റെസിപ്പിയിലും മീൻസ് ഞാൻ ചെയ്യുന്നതിനകത്ത് കറിവേപ്പില അങ്ങ് അരയ്ക്കും. അപ്പോൾ ആ ചതച്ച് വെച്ച കൊച്ചുള്ളി ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും സവാള ഉള്ളിയിൽ ചെയ്യാം, പക്ഷെ കൊച്ചുള്ളിയിൽ ചെയ്യുന്നതാണ് കുറച്ച് ടേസ്റ്റ്. കൊച്ചുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി, 1 മിനിറ്റ് പോലും വേണ്ട. അതിനുശേഷം നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റാം. അപ്പോൾ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ആ മത്തങ്ങയുടെ വെള്ളം മതി, എണ്ണ മതി. ഞാൻ തീ മീഡിയത്തിലാണ് ഇട്ടേക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്ക് നോക്കണം അടുക്കി പിടിക്കുന്നൊന്ന്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആവാറായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് ആവി വന്നു, വെന്ത് തുടങ്ങി. കാരണം അത് കണ്ടാൽ അറിയാം സോഫ്റ്റായി തുടങ്ങിയത്. അപ്പൊ മൊത്തത്തിലങ്ങ് വേവുന്നത് വരെ ഇങ്ങനെ ഇട്ടേക്കണ്ട. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ഞാൻ തീരെ കുറച്ചാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അമക്കി നമുക്ക് അടച്ചു വെക്കാം. തീ ഒട്ടും കൂട്ടിയിടണ്ട, ഏറ്റവും സ്ലോയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒട്ടും അടുക്കി പിടിച്ചിട്ടില്ല, കണ്ടോ? അതല്ല നിങ്ങൾക്ക് അടുക്കി പിടിക്കുന്ന സംശയമുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് ലേശം വെള്ളം ഒഴിച്ച് നമ്മുടെ കൈ ഒന്ന് തളിച്ചൊഴിക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്തു, കണ്ടോ? ദേ ഉടയാൻ തുടങ്ങി ചെറുതായിട്ട്. പക്ഷെ നമുക്ക് ഉടയണ്ട, നമുക്ക് കഷ്ണങ്ങൾ അതുപോലെ വേണം. കണ്ടോ? കഷ്ണങ്ങൾ അതുപോലെ കിടക്കുന്നേ കാണുന്നുണ്ടോ? ഒട്ടും വെന്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇത്രയും മതി, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കടു താളിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആദ്യം അവസാനം ഒന്നും കടു താളിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ മുകളിൽ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ചേർക്കാം. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റും കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. 5 മിനിറ്റ് പോലും വേണ്ട. മത്തങ്ങ അരിയാനാണെങ്കിലും അധികം സമയം എടുക്കത്തില്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.